നമ്മുടെ ഇർഷ ബ്രോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഈ അബൂസിൽ വർക്ക് ചെയ്യണ ഞാൻ എപ്പോഴും വന്ന് ചായ മേടിക്കണ കടയാണ്. ബർത്ത്ഡേ ആണെന്ന്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അവിടെ പോയി എവിടെ ഈ ആത്ത ആളെ കാണാനില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ചായ കുടിക്കാൻ വന്നപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എടുക്കണ കാര്യം എന്തായി? നൈറ്റില് ഓ കഥാനായകൻ വന്നോണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാരും യെസ് കൊടുത്തിരിക്കുകയാണ്. എനിക്കെന്തിനാ പുള്ളി നാളെ പറ്റിരിക്കുവാടാ. പുള്ളി ഇതായിട്ട് ആഘോഷിച്ചില്ല ബർത്ത്ഡേ ഒന്നും ഇല്ല. നമ്മള് ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുകയാണ്. പല്ല് കഴിക്കാതെ ഞാൻ കേക്ക് കഴിച്ചിരിക്കുകയാണ്. ആരും ഇത് ഡോണ്ട് റിപ്പീറ്റ് ദിസ്, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓക്കെ, പല്ല് കഴിക്കാതെ ഒന്നും കഴിക്കരുത്. ഇത് പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് കഴിച്ചിട്ടേ ഉള്ളൂ. ബട്ട് എനിവേസ് ചായ കൊടുത്തിട്ട് ഞാൻ കുറച്ച് പണിയുണ്ട് ഗൈസ്. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇന്ന് മറ്റൊരു ദിവസം. ആൻഡ് ഇന്ന് നമ്മുടെ താഴത്തെ മറ്റേ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളത് അന്ന് മേടിച്ച സൗണ്ട് കോറിന്റെ ഈ സ്പേസ് 1 എന്ന് പറയുന്ന ഹെഡ്സെറ്റ് പുള്ളി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇത് എത്ര രൂപ? 8 രൂപയോ 7 രൂപയോ അങ്ങനെ എന്താണ് എൻ്റെ പ്രൈസ് വരുന്നത്. ആൻഡ് ഫോർ ദാറ്റ് പ്രൈസ് ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. പക്ഷേ നമുക്ക് മറ്റേ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള പരിപാടി എന്നല്ല. ബട്ട് അത്യാവശ്യം ANCയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ കളറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്സിലറി കേബിൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഹൈ റെസൊല്യൂഷൻ സപ്പോർട്ട് എല്ലാം വരുന്ന സാധനമാണ്. സോ നമുക്കിത് നമ്മുടെ കേക്ക് മുറിച്ചില്ലേ ആ ചേട്ടന് കൊടുക്കാം. അതുപോലെ ഞാൻ ഒരു ചെറിയൊരു സെറ്റപ്പ് നമ്മുടെ മാക്ക് വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു മോണിറ്റർ എനിക്ക് വേണം. അവിടെ എനിക്ക് മാക് ബുക്കിൽ 13 ഇഞ്ചിൽ കണ്ണ് വേനിച്ച് തുടങ്ങി. 14 ഇഞ്ചിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കീബോർഡ് മേടിച്ച്, ദിസ് ഈസ് ആക്ച്വലി മാക് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഒരു കീബോർഡാണ്. ആമസോണിൽ എത്ര 300 ദർഹോ അങ്ങനെ എന്തോണം എൻ്റെ പ്രൈസ്. അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം, ഇപ്പൊ എന്റെ മോണിറ്റർ ഓൺ ദ വേ ആണ് കേട്ടോ. കർവ്ഡ് മറ്റേ ഒഡീസി G8 ഞാൻ ഷോറൂമിൽ പോയി ചോദിച്ചേ. ജംബോയിൽ ആദ്യം ചോദിച്ചു. ജംബോയില് 5000 ദർഹോ അങ്ങനെ എന്താണ് അവർ പറഞ്ഞത്. സാംസങ്ങിന്റെ ഷോറൂമിൽ ഈ സെയിം സാധനത്തിന് 6500 ദർഹോ എന്തോ ആണ്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് നൂണിൽ നിന്നാണ്. നൂണിൽ ഇത് മേടിക്കാൻ സോറി ഗൈസ്, നൂണിൽ ആള് വന്നിട്ടുണ്ട് താഴെ. ഞാൻ പോയി സാധനം എടുത്തിട്ട് വന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഗൈസ് എൻ്റെ മോണിറ്റർ വന്നിരിക്കുകയാണ്. അങ്ങനെ വി ആർ ബാക്ക്. ഇതാണ് എൻ്റെ പുതിയ മോണിറ്റർ. തൽക്കാലം മോണിറ്റർ മാത്രം മേടിക്കുന്നുള്ളൂ. മോണിറ്ററിലോട്ട് മാക്ക് കണക്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ വലിയ രീതിയിൽ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. ആൻഡ് ഇത് എനിക്ക് 3000 ദർഹ ആയിട്ടുള്ളൂ. 3000 ദർഹം എനിക്കിവിടെ ആമസോണിൽ നിന്നും മേടിച്ചാലും നൂണിൽ നിന്നും മേടിച്ചാലും 3000 ആ ഒരു റേഞ്ചിലാണ് ഈ പറയുന്ന OLED G8 വരുന്നത്. ബിക്കോസ് ഇത് നമ്മൾ ഷോറൂമിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഷോറൂമിൽ 6500 രൂപയ്ക്കാണ് പറഞ്ഞത്. 6500 വേറൊരിടത്ത് 4500 5000. അപ്പോൾ ഞാൻ എനിക്കിത് എന്താണ് എത്ര വില? ഇതിൻ്റെ ഒരു ക്യാച്ച് ഉണ്ട്. ഇതിന് 1 വർഷത്തെ വാറണ്ടിയെ നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. പക്ഷേ ഓഫ്ലൈനിൽ 3 വർഷത്തെ വാറണ്ടി തരുന്നുണ്ട്. OLED പാനലായതുകൊണ്ട് ബേണിൻ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ നേരെ വണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് വരത്തില്ല. സോ ഹാർഡ് കോർ ആയിട്ട് ഗെയിമിംഗ് കളിക്കുന്നവർക്കൊക്കെ ബേണിൻ ഇഷ്യൂസ് വരാം. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസൂസിൻ്റെ തന്നെ വേറൊരു സാധനം പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ പറയുന്ന ബേണിൻ ഇഷ്യൂവിന് അവർ ഒരു ചെറിയൊരു ഒരു പരിപാടി, റിഫ്രഷ് റേറ്റ് പരിപാടി വെച്ചിട്ട് ബേണിനെ ക്ലിയർ ചെയ്യുന്നൊരു പരിപാടി അവർ കൊണ്ടുവന്നിട്ടുണ്ട് OLED പാനലിൽ. അസൂസിൻ്റെ ലാപ്ടോപ്പ് ROG. അപ്പോൾ അത് പക്ഷേ ഭയങ്കര കത്തിയാണ്. അതിൻ്റെ വില ഭയങ്കര കത്തിയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തൽക്കാല ആവശ്യത്തിന് ഈ സാധനം അടിപൊളിയാണ്. കേർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പം ലെറ്റ്സ് അൺബോക്സ് ആൻഡ് സെറ്റ് ദിസ് ബേബി അപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പോയി നമ്മുടെ അബൂസിലെ ചേട്ടന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഗൈസ്. കം ഓൺ ലെറ്റ്സ് ഗോ. പോയി ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ വക ഒരു ചെറിയ സമ്മാനം, ചെറിയൊരു ഹെഡ്സെറ്റ്. എൻജോയ്. ഇന്ന് ഫുൾ പാർസൽ ഡേ ആണെന്ന് തോന്നുന്നു. വേറൊരു പാർസൽ വന്നിട്ടുണ്ട്. ഇതൊരു കിട്ടുക്കാച്ചി ഐറ്റം ആണ്. അതിനുവേണ്ടി നിങ്ങൾ കോൾമി ഷസാം വൈൻസ് ഫോളോ ചെയ്യുക. സാധനമാണ്, മുട്ട ലുക്ക് ഐറ്റമാണ് വന്നേക്കണം. അത് നിങ്ങൾ കോൾമി ഷസാം വൈൻസിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. ഹായ് ഗൈസ്, അതിനോ എൻ്റെ മോന്ത പഴം പുഴുങ്ങിയത് പോലെയാണ് ഇരിക്കണതെന്ന് എനിക്കറിയാം. ഒരു ചെറിയ വീഡിയോ എടുത്തത്, അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കണ്ടത്. ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ പോയ ചേട്ടന് ഗിഫ്റ്റ് കൊടുത്തു. പുള്ളി വളരെ ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ബുർജുമാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമകൾ എല്ലാ പടവും ഇവിടെയാണ് ഇറങ്ങുന്നത്. സോ ബുർജുമാനിൽ എന്തായിരുന്നു നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. സോ അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, ഞാൻ പോപ്പൈസിൽ കയറി നല്ലൊരു ബർഗർ അടിക്കുന്നു, സാൻഡ്വിച്ച് കഴിക്കുന്നു, സിനിമ കാണാൻ പോകുന്നു. ബുർജുമാനിൽ വന്നു കഴിഞ്ഞാൽ പോപ്പൈസിൽ നിന്നും സാൻഡ്വിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു സ്ഥിരം പരിപാടി.
ശ്വാസിച്ചു അയാളെ. എൻ്റെ പൊന്നണ്ണ, അങ്ങനെ ആ പടം കണ്ടടേ. എന്തിനായിരുന്നു നടന്ന സംഭവം? എന്തോന്നു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമയിൽ പാവപ്പെട്ട സുരാജ് ഏട്ടൻ ഒരു മെയിൽ ഷോവനിസ്റ്റായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ അങ്ങേരെ എന്തോന്നടേ മെയിൽ ഷോവനിസ്റ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റിയാടെ എല്ലാവരും കൂടെ. ആണെങ്കിലും എനിക്ക് ഒട്ടും അങ്ങോട്ട് വർക്കായതും ഇല്ല. കണ്ട് മടുത്ത കുറേ സാധനങ്ങളും ORSത്തിനെ പറ്റിയിട്ട്, അതായത് ഈ കണ്ടവന്മാരെ വീട്ടിലോട്ട് ചെവി വെച്ച് കേൾക്കണ പരിപാടിയുണ്ടല്ലോ, അതിനെപ്പറ്റിയും സൊസൈറ്റിയിൽ മറ്റേ പുന്നായിമയും എക്സ്ട്രാ മാറ്റൽ അഫെയറും അങ്ങനെയൊക്കെ പറയുന്ന ഒരു കൂടെ പടം. എന്തിനാണെങ്കിലും കണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ഇന്നലെ 2 പേർക്ക് നമ്മുടെ ZXന്റെ ഗിവ് അവേ ദുബായിലുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളത് നാട്ടിലുള്ളത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ 5 പേർക്ക് അപ്പം തന്നെ ഞാൻ പാർസൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇപ്പം എന്തായാലും മറ്റേ പയ്യൻ വരുമ്പോൾ അവന് കയ്യോടനെ ഞാൻ കൊടുക്കുക. അങ്ങനെ ഞാൻ മറ്റേ ഞാൻ പറഞ്ഞില്ല ഗിവ് അവേ ആൾ വരുന്നത്. അതാണ് ഇരിക്കുന്നോ പുള്ളിയുടെ പേര് ഞാൻ ചോദിച്ചത് റഷ്യൻ ബ്രോ, സിദ്ധാർത്ഥ് ബ്രോ, ഡാർവിൻ ബ്രോയ്ക്ക് ദുബായിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഇതുണ്ട് കേട്ടോ. സ്വന്തം സ്റ്റാർട്ടപ്പാണ്. പുള്ളി ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. പുള്ളി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഡിജിറ്റൽ ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കേസ്. പുള്ളി ഡിജിറ്റൽ ക്യാമറ വെച്ചാണ് ഫോട്ടോ എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ പുള്ളി കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇവിടുന്ന് നേരെ ഒന്ന് വേറൊരു സ്ഥലത്ത് പോകും. ആ ആൾക്കും കൂടെ കൊടുത്തതിന് ശേഷം ഇന്ന് പരിപാടിയൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോകും. എൻ്റെ മറ്റേ മോണിറ്ററിന് എങ്ങനെയെങ്കിലും ഒന്ന് ഓൺ ആക്കണം. അതാണ് ഇന്നത്തെ മെയിൻ ടാസ്ക്. അങ്ങനെ ഗൈസ്, ഇന്നത്തെ ദിവസം അവസാനിക്കാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ്. ഇതിൻ്റെ പേരാണ് ഇറ്റാലിയൻ കടയുടെ പേര് ഇറ്റാലി എന്നാണ്. അതാണ് കാണിച്ചത്. ഇതാണ് കടയുടെ പേര് ഇറ്റാലി. നല്ല പാസ്തയൊക്കെ ആട്ടിച്ച് കേട്ടിട്ട് വീട്ടിൽ പോകും. അതാണ് ഇന്നത്തെ പരിപാടി. എന്തായാലും ഓർഡർ ചെയ്തിട്ട് പാസ്ത എങ്ങനെയുണ്ടെന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും കൊതി കിട്ടോ. പിസ്സ ഡോയിൻ്റെ അകത്ത് പാസ്ത എന്തോ ഒരു സാധനം അവിടെ ഞാൻ പറഞ്ഞു, വായിക്കൊള്ളില്ലാത്ത പേരുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഗാർലിക് ബ്രെഡ് പറഞ്ഞു. സ്വാദിഷ്ടമായ ഒത്തൻറ്റിക്കായ ഗാർലിക് ബ്രെഡ് വന്നിരിക്കുകയാണ് നമ്മളുടെ മുന്നിൽ. ഞാനൊരു പീസ് അതിൽ നിന്ന് എടുക്കാൻ പോകുന്നു. ബേൺ അപ്പറ്റീറ്റ്. ഓ മൈ ഗോഡ്, ഒരു രക്ഷയല്ലോ. പക്ഷെ ഇത് കഴിച്ച ഉടനെ ഒരു പെങ്കൊച്ചിനെ ഉമ്മ വയ്ക്കാൻ പോകരുത്. ഇതുവരെ അറിയാം ആടിനും വേണ്ടായിരുന്നു തരും. അല്ലെ ആ പെങ്കൊച്ച് ഇത് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ടാലി ആയിപ്പോൾ. അല്ലാത്ത വശം ഇതും കഴിച്ചോണ്ട് മമഹ എന്നൊന്നും പറയരുത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എൻ്റെ കൂടെ വന്ന ആൾ കഴിക്കുന്നത് മെലാൻസ റെപ്പന്നേന എന്ന് പറഞ്ഞ സാധനമാണ്. കാരണം ഇതാണ് ഐറ്റം. പുള്ളിക്കാരി പറയുന്നത് അത് അവിച്ച എഗ് പ്ലാന്റ്, കത്തിരിക്കയിലടേ, കത്തിരിക്കയും അതിൻ്റെ മണ്ടയിൽ കുറച്ച് ചീസ്. വേറൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ ഗാർലിക് ബ്രെഡും അതിൻ്റെ മണ്ടയിൽ ഈ മെലൻസ റിപ്പീനീനെയും കൂടെ വെച്ചിട്ട് കഴിക്കണം. ഓ മോനെ, വേറെ ലെവല് ഗൈസ്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത, എന്തായിരുന്നു എൻ്റെ പേര് പണ്ടാരോടൊക്കെ ഞാൻ മറന്നു കേട്ടോ. എന്തിനാണെങ്കിൽ ഈ ബൗളിൽ എനിക്ക് പിസ്സ ഡോയിൽ മണ്ടയിൽ പാസ്ത പറഞ്ഞ സാധനം ഒരെണ്ണേ ഉള്ളൂ. വെജിറ്റേറിയനാണേ, ചിക്കനും മട്ടനൊന്നും ഇല്ല എൻ്റെ അകത്ത്. അപ്പോൾ അത് കഴിച്ചിട്ട് എന്തെങ്ങനെയുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയാം. എന്തിനാ കണവ പോലെ ഉണ്ടല്ലേ, പക്ഷെ പാസ്തയാണ്. കിട്ടുന്ന ടേസ്റ്റ് ചേട്ടാ, നല്ല രസമുണ്ട്. ഞാൻ വേറൊരു കോമഡിയാ, പിങ്ക് സോസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല കേട്ടോ ഇറ്റലിയിൽ. ഇവിടെ നമ്മുടെ ഓർഡർ എടുത്ത ഒരു ഇറ്റാലിയൻകാരനാണ്. അവൻ്റെ അടുത്ത് ഞാൻ പിങ്ക് സോസ് ആക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവൻ ഇറ്റലിയിൽ റെഡ് സോസും വൈറ്റ് സോസും മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ച അവൻ കേൾക്കുന്നൊക്കെ അറിയാം ഈ വില ഇടി തരൂ. എൻ്റെ ഒരു തമാശ. എന്തിനാണ് ഈ സാധനം കൊള്ളാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ ഇറ്റാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറ്റാലിയൻ ഫുഡ് കഴിച്ചിരിക്കുകയാണ്. സംഭവം കൊള്ളാം. നല്ല പ്രൈസിയാണ് കേട്ടോ. ഇവിടെ വല്ല ചീപ്പ് പരിപാടിയൊന്നുമല്ല, നല്ല കാശ് പൊട്ടും. ഞാൻ കൂടെ കഴിച്ചപ്പോൾ ഒരു 170 ദിർഹമായി. ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വന്നതാണ് വീഡിയോയുടെ ലാസ്റ്റ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മോണിറ്റർ. അതിൻ്റെ കോലമാണ് ഈ കാണുന്നത്. ഫുൾ കേർവ്ഡ് ആയിട്ടുള്ള OLED പാനൽ വരുന്ന സാംസങ് OLED G8 എന്ന് പറയുന്ന മോഡൽ. അതേപോലെ തന്നെ മറ്റേ 45 ഇഞ്ചിൻ്റെ ആർക്കുണ്ടടേ, അതിനുമുണ്ട് വെറും 4000 സംതിങ് തരാം. അതൊക്കെ 11,000-നും 10,000-നൊക്കെ ഷോറൂം വിൽക്കുന്ന സാധനമാണ്. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് 1 വർഷത്തെ വാറണ്ടി മാത്രമേ നൂൺ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. MacBook Pro M1 Pro വെച്ചേക്കുന്നതിന് തണ്ടർ ബോൾട്ട് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ആകെപ്പാടുള്ള പ്രശ്നം അതാണ്. HDMI ഒരു പ്രോപ്പർ കേബിൾ പോർട്ടില്ല.
മൈക്രോ HDMI ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് ഭയങ്കര കൂറ പരിപാടിയായി പോയി. പക്ഷേ തണ്ടർ ബോൾട്ട് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. 2 ടൈപ്പ് സിയും ഒരു മൈക്രോയും പിന്നെ ഒരു ഡിസ്പ്ലേ പോർട്ടുമാണ് വരുന്നത്. അടിപൊളി സാധനം. നമുക്ക് ഇൻബിൽട്ടായിട്ട് തന്നെ നമുക്ക് മറ്റേ നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് TV പോലെയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു ടൈസൺ OSൽ വരുന്ന ഒരു TV സീൻ നമുക്കിവിടെ കാണാം. പ്രൈം, നെറ്റ്ഫ്ലിക്സ്, അത് പിന്നെ ഇതാണ് എൻ്റെ ഇത് വരുന്നത് കേട്ടോ, റിമോട്ട്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് ഇതാണ് എൻ്റെ മൗസ് ഞാൻ യൂസ് ചെയ്യുന്നത്. മറ്റേ എർഗണോമിക്സ് മൗസാണ്, ലോജിടെക്കിൻ്റെ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് നമ്മുടെ കൈ റെസ്റ്റ് ചെയ്യാനായിട്ട്, ഗ്ലോറിയസിൻ്റെ. പിന്നെ ഈ കീബോർഡ് കേട്ടോ, ഈ കീബോർഡും കൊള്ളാം. ഈ കീബോർഡ് സാടെക്കിയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. 370 ദിർഹമാണ് ഈ കീയുടെ വില വരുന്നത്. ഇത് യൂസ് ചെയ്യാം. ബാക്ക് ലിറ്റൊക്കെയാണ്. അടിപൊളി ഒരു സാധനം. പിന്നെ ഇരിക്കാനായിട്ട് നമ്മുടെ റൈസറിൻ്റെ ഇസ്കൂർ V2 ഗെയിമിംഗ് ചെയർ വിത്ത് അഡാപ്റ്റീവ് ലംബർ സപ്പോർട്ട്. ഈ സാധനം ഈ സെറ്റ് ചെയ്യണം ഗൈസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതാണ് എൻ്റെ പുതിയ ഇസ്കൂർ V2 എന്ന് പറയുന്ന സാധനം. ഇത് ബാക്ക് സപ്പോർട്ടാണ്, ലംബർ സപ്പോർട്ട്. നമുക്ക് കണ്ട് ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ കേട്ടോ. ആൻഡ് നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ താഴും. പിന്നെ മറ്റേ സാധനമാണ് 4D ഹാൻഡ് മോൾക്ക് താഴെ. സോ യാ, ഐ ലവ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഇനി തൊട്ടെൻ്റെ എൻ്റെ ചെയറും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ക്ലിയറായിരിക്കും ഗൈസ്. അപ്പോൾ വെരി നൈസ് ചെയർ. ഇതിന് ശരിക്കുള്ള പ്രൈസ് 2500 2900 അങ്ങനെ എന്തോ ആണ്. ഇത് പക്ഷേ ഇപ്പോൾ മറ്റേ സാധനം വെർജിനിൽ 2000 ദിർഹത്തിന് കിട്ടും. ബാക്ക് സപ്പോർട്ട്, നല്ല ലംബർ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ നേരം ഗെയിമൊക്കെ കളിക്കുന്നവർക്കൊക്കെ പറ്റിയ ഐറ്റമാണ്. നമുക്ക് ഇത് സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി ഐറ്റം. ഐ ലവ് ഇറ്റ്. സോ യാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ കഴിയുന്നു. ബൈ.